ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. 45 ദിവസത്തെ ലീവ് ദാ എന്ന് പറഞ്ഞ് തീർന്നു ഗായ്സ്. അങ്ങനെ തിരിച്ചു വരാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് പോവാണ്. മെയിനായിട്ട് വെളിച്ചെണ്ണ വാങ്ങിക്കണം. അപ്പോൾ വെളിച്ചെണ്ണ വാങ്ങിക്കാനുള്ള ക്യാൻ എല്ലാം കൊണ്ട് കൊടുത്തിട്ട് നമ്മൾ നേരെ മാക്സ് വരെ ഒന്ന് പോയേട്ടോ. മാക്സ് വന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് 2 പാൻറ്റ് വാങ്ങിക്കണമായിരുന്നു, പിന്നെ 2-3 ടോപ്പും. അപ്പോൾ മാക്സിലാണെങ്കിൽ അത്യാവശ്യം കംഫർട്ടായിട്ടുള്ള ഡ്രസ്സ് കിട്ടും. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയേട്ടോ. എന്നിട്ട് ഇഷുക്കുട്ടീനെയും കൊണ്ട് നമ്മൾ നേരത്തെ ക്യാൻ കൊടുത്തില്ലേ മർഗയിൽ, അവിടെ വെളിച്ചെണ്ണയും മസാലകളെല്ലാം വാങ്ങിക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഇഷുക്കുട്ടിക്ക് വരാനായിട്ട് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. അവൾക്കിപ്പോൾ എപ്പോഴും വീട്ടിൽ നിന്ന് എല്ലാവരോടും നിന്ന് കളിക്കുന്നതാണ് ഇഷ്ടം കേട്ടോ. അങ്ങനെ നമ്മുടെ പേൾ നെസ്റ്റ് കണ്ടില്ലേ ഗൈസ്, നമ്മുടെ രാത്രി നമ്മുടെ വീടിനൊരു പ്രത്യേക ഭംഗിയാണല്ലേ. എനിക്ക് എന്താണെന്നറിയില്ല ഗൈസ്, നമ്മുടെ ഈ വീട് എനിക്കൊരു പ്രത്യേക ഇഷ്ടമാണ്. വളരെ കൂടുതലാണ് ഗൈസ്, എന്നാലും എനിക്ക് ഈ വീട് ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ നൈറ്റ് ഡ്രൈവിനായിട്ടൊന്ന് ഇറങ്ങിയതാണ്. സാധനവും വാങ്ങിക്കണം, പിന്നെ ഒരു നൈറ്റ് ചെറിയൊരു ഡ്രൈവും ആവാമെന്ന് കരുതി നമ്മൾ 3 പേരും കൂടി ഇങ്ങനെ നമ്മുടെ അവനവഞ്ചേരി കൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ജനിച്ച് വളർന്ന സ്ഥലത്ത് തന്നെ നമുക്ക് മരിക്കുന്നവരെ ജീവിക്കാൻ കിട്ടുന്നത് അതൊരു ഭാഗ്യമല്ലേ. അപ്പോൾ അങ്ങനെ ഒരു ലക്കിയാണ് കേട്ടോ ഞാൻ. അങ്ങനെ നമ്മൾ നേരെ മർഗയിലെത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നാണ് നമ്മൾ തിരിച്ചു കൊണ്ടുപോകാനുള്ള മാക്സിമം സാധനങ്ങൾ വാങ്ങിക്കുന്നത് കേട്ടോ. ഇവിടെ നിന്നാണ് വെളിച്ചെണ്ണ, മസാല ഐറ്റംസ് എല്ലാം വാങ്ങിക്കുന്നത്. കാരണം ഇവിടെ എന്ന് വെച്ചാൽ ഡയറക്റ്റ് മില്ലിൽ നിന്ന് ആട്ടിയ വെളിച്ചെണ്ണ കിട്ടും. ഇതാ കണ്ടില്ലേ, ഇവിടെ ഒരു മില്ല് യൂണിറ്റ് തന്നെ ഉണ്ട്. ഇവിടെ നിന്ന് തന്നെ വെളിച്ചെണ്ണ ആട്ടും, പിന്നെ മുളക്, മല്ലി എല്ലാം പൊടിപ്പിക്കുന്നത് ഇവിടെ തന്നെയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ഓർഡർ കൊടുത്തിട്ടുള്ളത് കൊണ്ട് നമ്മുടെ വെളിച്ചെണ്ണയും മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. തിരിച്ച് കൊണ്ടുപോകാനുള്ള സാധനങ്ങളാണ് ഗായ്സ് ഇതൊക്കെ. അരിയുണ്ട്, പിന്നെ എന്നിട്ട് പട്ട, ഗ്രാമ്പു, അങ്ങനെ ഒത്തിരി സാധനങ്ങളുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അടുത്തതായിട്ട് വാങ്ങിയത് കുറേ സ്നാക്സ് വാങ്ങിയിട്ടുണ്ട്. അവിടെ നമുക്ക് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, അവർക്കൊക്കെ കൊടുക്കണം. പിന്നെ നാട്ടിലെ സ്നാക്സ് നമുക്ക് മിസ് ചെയ്യുമല്ലോ, അതുകൊണ്ട് കുറച്ച് സ്നാക്സ് നമുക്ക് കഴിക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. ഇക്ക ഇവിടെ പെട്ടി പാക്കിംഗ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ പ്രാവശ്യം നമ്മളിങ്ങനെ ഒരു കാർട്ടൂണിൽ കൂടി പാക്ക് ചെയ്യുന്നുണ്ട്. അരിയാണ് മെയിനായിട്ട് ഇങ്ങനെ പാക്ക് ചെയ്യുന്നത്. പിന്നെ നമ്മൾ കുറച്ച് നാടൻ പഴം വാങ്ങിച്ചിട്ടുണ്ട്. നമ്മുടെ ഏത്തപ്പഴം അവിടെ അങ്ങനെ കിട്ടില്ല ഗൈസ്. അപ്പം ഞങ്ങൾ ഇതുപോലെ ഉറയിടാത്ത പഴം വാങ്ങിക്കും. അങ്ങനെ പഴമൊക്കെ വാങ്ങിച്ച് നമ്മൾ തിരിച്ച് വെൽനെസ് എത്തിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. കണ്ടില്ലേ, വീടൊക്കെ ഇങ്ങനെ വീടൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു ഗൈസ്. ഇപ്പോൾ നമ്മുടെ വീടിനോടൊക്കെ യാത്ര പറഞ്ഞ് ഇറങ്ങാനായിട്ട് പോവാണ്. നമുക്ക് രാത്രിയാണ് ട്രെയിൻ കേട്ടോ. അതായത് രാത്രി എന്ന് വെച്ചാൽ വെളുപ്പാങ്കാലത്താണ് ട്രെയിൻ. അപ്പോൾ 4:50 മറ്റുമാണ്. അപ്പോൾ വീട്ടിൽ പോയി ഉമ്മാരുടെ അടുത്ത് ചോറൊക്കെ വാങ്ങിയിട്ട് വേണം പോവാനായിട്ട്. എനിക്കാണെങ്കിൽ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങാൻ നേരത്ത് ഭയങ്കര ഒരു ഫീലിംഗ് ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും പോയല്ലേ പറ്റൂ. ഇക്കാണെങ്കിൽ മുറ്റത്തൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ പേൾ നെസ്റ്റിനോട് യാത്ര പറഞ്ഞ് നമ്മൾ യാത്ര പുറപ്പെടുകയാണ് കേട്ടോ. ഉമ്മ കണിയാപുരത്താണുള്ളത്. അപ്പോൾ കണിയാപുരത്ത് ഉമ്മ നമുക്ക് കൊണ്ടുപോകാനുള്ള പൊതിച്ചോറെല്ലാം റെഡിയാക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞാൻ ആ ഫോൺ കണ്ടതുകൊണ്ട് റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ട് ഓടിയതാണ് ആൾ. അത് കഴിഞ്ഞ് റെയിൽവേ സ്റ്റേഷനിലെത്തി നമ്മൾ ലഗേജ് എല്ലാം കൂലി ഏൽപ്പിച്ചിട്ടുണ്ട്. നമുക്ക് എപ്പോഴും ഒത്തിരി ലഗേജ് ഉണ്ടാവും, അതുകൊണ്ട് കൂലി ഇല്ലാതെ നമുക്കൊരു പരിപാടി നടക്കത്തില്ല കേട്ടോ. നമ്മളെ ഇപ്രാവശ്യം യാത്രയാക്കാനായിട്ട് കൊണ്ടുവന്നത് അനസാണ്. അപ്പോൾ അനസ് വെളിയിൽ നിന്ന് ഇക്കാൻ്റെയോടെയും കമ്മൂൻ്റെയോടെയൊക്കെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓക്കെ, യാത്രയൊക്കെ പറഞ്ഞ് ടാറ്റയൊക്കെ പറഞ്ഞ് അവനും പോവാണ് കേട്ടോ. അങ്ങനെ തിരിച്ച് ഇഷിക്കുട്ടി നേരെ ട്രെയിനകത്ത് കയറാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇക്ക ബാത്റൂമിലോട്ടൊന്ന് പോകുന്ന വെക്കൽ അവൾ ആ ഡോറ് തുറക്കാനായിട്ട് ശ്രമിക്കുന്ന ശ്രമമാണ് ഗൈസ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എത്ര പിടിച്ചിട്ടും തുറക്കാൻ പറ്റുന്നില്ല കേട്ടോ. അങ്ങനെ ഇക്ക വന്ന് ഹെൽപ്പ് ചെയ്ത് അവളെ അകത്ത് കയറ്റിയിട്ടുണ്ട്. ട്രെയിനിൽ കയറിയിട്ട് നമ്മൾ ആദ്യം കിടന്ന് ഉറങ്ങി കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇഡ്ഡലി നല്ല അടിപൊളി വെള്ളച്ചമ്മന്തി റെഡിയാക്കി തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നല്ല ഇഡ്ഡലിയും വെള്ളച്ചമ്മന്തിയും കഴിക്കാനായിട്ട് പോവാണ്. ഈ പ്രാവശ്യം ആക്ച്വലി ഞാൻ കൊണ്ടുവരാനായിട്ട് ഒരു ഫുഡ് റെഡിയാക്കിയില്ലായിരുന്നു കേട്ടോ. ഉമ്മയാണ് ഫുഡൊക്കെ റെഡിയാക്കി തന്നത്. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. നമുക്ക് കഷ്ടപ്പെടാതെ നമുക്ക് ഫുഡ് കിട്ടുമ്പോൾ അതിനൊരു എക്സ്ട്രാ ടേസ്റ്റ് നമുക്ക് തോന്നും. അങ്ങനെ ഞാൻ നല്ല അടിപൊളി വെള്ളച്ചമ്മന്തി ഇഡ്ഡലിയൊക്കെ ഇരുന്ന് ആസ്വദിച്ച് കഴിക്കുകയാണ്. നല്ല അത്യാവശ്യം നല്ല സ്പൈസി ആയിട്ടുള്ള വെള്ളച്ചമ്മന്തി ആയിരുന്നേ. നല്ല സോഫ്റ്റ് പൂ പോലത്തെ ഇഡ്ഡലിയായിരുന്നു. അങ്ങനെ ഞാൻ നല്ലതുപോലെ ഇഡ്ഡലിയും ചട്നിയൊക്കെ കഴിച്ചതിന് ശേഷം ഇക്കാൻ്റെ അടുത്ത് എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുകയാണ്. ഇക്കായ നല്ല ആസ്വദിച്ച് കഴിക്കുന്നുണ്ട്. ഇഷുക്കുട്ടിക്ക് നമ്മൾ ഓൾറെഡി കൊടുത്തേട്ടോ. ഇഷുക്കുട്ടി കൊടുത്തതിന് ശേഷമാണ് നമ്മൾ കഴിക്കാനായിട്ട് ഇരുന്നത്. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് മുമ്പ് നമുക്ക് പൊതിച്ചോറായിട്ട് തന്നു വിട്ടത് നല്ല അയല പൊരിച്ചത്, മുട്ട ഓംലെറ്റ്, നല്ല ചമ്മന്തി, വെണ്ടയ്ക്ക മെഴുക്ക്, മാങ്ങ അച്ചാർ. പൊളിയായിരുന്നു ഗൈസ്, പൊളി. അങ്ങനെ ഞാൻ നല്ല ആസ്വദിച്ചിരുന്ന് കഴിക്കുകയാണ് കേട്ടോ. ട്രെയിനിൽ കയറിയിട്ട് ഫുഡ് കഴിക്കുക, ഉറങ്ങുക, ഇത് തന്നെയാണ് പരിപാടി. വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ നമ്മുടെ യാത്ര ഇങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കുകയാണ്. എനിക്ക് ട്രെയിനിൽ കയറി ആദ്യത്തെ ദിവസം വലിയ പ്രശ്നമില്ലായിരുന്നു കേട്ടോ. അത്യാവശ്യം ഇങ്ങനെ കുറേ നേരമൊക്കെ അതും ഇതൊക്കെ വായിച്ച് അങ്ങനെ അങ്ങ് സമയം പോക്കി.
അത് കഴിഞ്ഞ് പിറ്റേ ദിവസമായപ്പോൾ ഇഷിക്കുട്ടിക്ക് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ട് അവൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് കൊടുത്തപ്പോഴത്തേക്ക് അവൾക്ക് അത് വേണ്ട, സോനപ്പപ്പടി മതി എന്ന് പറഞ്ഞിട്ട് സോനപ്പപ്പടി ഇരുന്ന് കഴിക്കുകയാണേ. അങ്ങനെ കുറച്ചേ കഴിക്കുക, ഒരുപാട് കഴിച്ചാൽ വയറുവേദനയൊക്കെ എടുക്കുമെന്ന് പറഞ്ഞിട്ട് അവളിങ്ങനെ നോക്കിയിട്ട് എന്നെ ഇങ്ങനെ സോപ്പിടാനായിട്ട് മമ്മ കൊള്ളാൻ നല്ല ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണേ. അപ്പോൾ രണ്ടാമത്തെ ദിവസം നമ്മൾ കൂടുതലും പുറത്തോട്ട് നോക്കുമ്പോഴത്തേക്ക് നല്ല മഴയാണ്, ഇങ്ങോട്ടും ഉത്തരേന്ത്യയിൽ നല്ല മഴയാണ് കേട്ടോ ഇപ്പോഴേ. അപ്പോൾ മഴയൊക്കെ കണ്ട് നമ്മളിങ്ങനെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഗായ്സ്. പിറ്റേ ദിവസം ആയപ്പോഴത്തേക്ക് ചായ കുടിക്കാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് മൈഗ്രെയിൻ ട്രിഗറായിട്ട് ഒരു രക്ഷയില്ലായിരുന്നു ഗായ്സ്. 2 ദിവസം ഇവിടെ എത്തി ചായ കുടിക്കുന്നത് വരെ എൻ്റെ കാര്യം ഇതായിരുന്നു കേട്ടോ. അപ്പോൾ മൂന്നാമത്തെ ദിവസം രാവിലെയൊക്കെ എണീറ്റപ്പോഴത്തേക്ക് ഞാൻ ഫുള്ള് ടയേർഡായിട്ട് മുഖമൊക്കെ നീരടിച്ചു, തലവേദന സഹിക്കാൻ വയ്യ. അപ്പോൾ പിറ്റേന്ന് ദിവസം ബ്രഷൊക്കെ ചെയ്ത് റെഡിയായി നമ്മൾ ഏകദേശം അമ്പാല എത്താറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലഗേജ് എല്ലാം എടുത്ത് വെളിയിലെടുത്ത് വെച്ചിട്ട് ഫൈനലി വീടെത്താറായല്ലോ എന്നുള്ള ആ സമാധാനത്തിന് നിൽക്കുകയാണ്. 3 ദിവസത്തെ ട്രെയിൻ യാത്ര എന്ന് പറയുന്നത് കുറച്ച് കഷ്ടപ്പാട് പിടിച്ച പരിപാടിയാണ് ഗൈസ്. പിന്നെ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. നമുക്ക് ഈ ലഗേജൊക്കെ കൊണ്ടുവരണമെങ്കിൽ ട്രെയിനിൽ വന്നാലേ പറ്റുള്ളൂ കേട്ടോ. ഫ്ലൈറ്റിലാകുമ്പോൾ നമുക്ക് വളരെ കുറച്ച് സാധനങ്ങളല്ലേ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ, എനിക്കതൊട്ട് സെറ്റ് ആവത്തുമില്ല. അതുകൊണ്ട് നമ്മൾ കൂലിയെ വിളിച്ചിട്ട് ലഗേജെല്ലാം വെളിയിൽ ഇറക്കി വെച്ചിട്ട് ടാക്സി ആയിട്ട് വെയിറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ടാക്സിക്കാരൻ വന്നിട്ടുണ്ട്. നേരെ ടാക്സി കയറിയിട്ട് ഞാൻ അതിനകത്തും കയറി കുറേ നേരം ഉറക്കമായിരുന്നു കേട്ടോ. കാരണം ഞാൻ പറഞ്ഞില്ല, എനിക്ക് മൈഗ്രെയിൻ ട്രിഗറായിട്ട് ഒരു രക്ഷയും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഫൈനലി നമ്മൾ നമ്മുടെ ക്യാൻറ്റീനകത്ത് എത്തിയിട്ടുണ്ട് ഗൈസ്. നമുക്കിങ്ങനെ വെളിയിൽ നിന്ന് നമ്മുടെ ക്വാർട്ടേഴ്സൊക്കെ കാണുമ്പോഴുണ്ടല്ലോ നമ്മൾ തിരിച്ച് വീണ്ടും ഇവിടെ എത്തി എന്നൊരു ഫീലിംഗ് ആണ്. അതായത് നമ്മുടെ നാടും വീടും ഒക്കെ ഉപേക്ഷിച്ചിട്ട് ഇക്കാൻ്റെ ജോലി സ്ഥലമാണ്, എന്നാലും നമുക്കിങ്ങനെ വരുമ്പോഴത്തേക്ക് ആദ്യം നമുക്ക് കുറച്ചൊരു അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് കാണാം കേട്ടോ. അങ്ങനെ നമ്മുടെ വീട് തുറന്ന് നോക്കുകയാണ് കേട്ടോ. വീട് ഏത് അവസ്ഥയിലാണ് കിടക്കുന്നതെന്ന് അറിയില്ല. അത്യാവശ്യം ഞാനെല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വെച്ചിട്ടാണ് പോയത്. അതുകൊണ്ട് ഞാൻ വിചാരിച്ച അത്ര വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല. തറയിൽ കുറച്ച് പൊടി ഉണ്ടായിരുന്നു എന്നല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അത്യാവശ്യം നീറ്റായിട്ട് തന്നെയാണ് കിടന്നത്. അങ്ങനെ വലയൊന്നും കാര്യമായിട്ട് കയറിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് വലിയ പണിയുള്ളതായിട്ട് തോന്നിയില്ല. അവിടെ നമുക്ക് കിച്ചണിലോട്ട് പോയി നോക്കാം ഗൈസ്. കിച്ചൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയണമല്ലോ. അപ്പോൾ കിച്ചണിലോട്ട് നോക്കിയപ്പോഴത്തേക്ക് അവിടെയും ഇതുപോലെ നമ്മുടെ ആ ഷീറ്റ് പുറത്തെ കുറച്ച് പൊടി പിടിച്ച് കിടപ്പുണ്ട്. നമ്മൾ പാത്രങ്ങളെല്ലാം കഴുകി അലമാരി വെച്ചിട്ടല്ലേ പോയിട്ടുണ്ട്, അതിലൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഗ്യാസ് സ്റ്റോപ്പെല്ലാം ഇതുപോലെ മൂടിയിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഒരു അണ്ണാൻ കൂട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ ആ സൈഡിൽ. അപ്പോൾ വേറെ വ്യത്യാസം, വേറെ ഒന്നുമില്ല. അങ്ങനെ നമുക്ക് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനായിട്ട് ഞങ്ങളുടെ ഓപ്പോസിറ്റ് ഒരു ഫാമിലി ഉണ്ട്, മലയാളി ഫാമിലി. ടിൻറ്റു ആണ്. ടിൻറ്റു നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. താങ്ക്സ് ടിൻറ്റു. അപ്പോൾ നമുക്ക് നല്ല ചോറും ക്യാരറ്റ് തോരനും കടലക്കറിയും മുട്ട ചിക്കിയതൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ വന്നപ്പോൾ തന്നെ ഓൾറെഡി നല്ല വിശന്നാണ് വന്നത് കേട്ടോ. വന്നിട്ട് ഞാൻ ചായ ഇട്ട് കുടിച്ചു, അത് വേറെ കാര്യം കഴിച്ചു. ചായ കുടിക്കാതെ ഒരു രക്ഷയില്ല. അങ്ങനെ ഞാൻ ഫുഡൊക്കെ സെർവ് ചെയ്തിട്ട് ഞാനിരുന്ന് ഫുഡ് കഴിക്കുകയാണ്. കാരണം തലവേദന പിടിച്ച് ഭ്രാന്തായാണ് ഞാൻ വന്നത്. അപ്പോൾ ചായയും കുടിച്ച് ഫുഡും കഴിച്ചിട്ട് കുറച്ച് നേരം കിടന്നപ്പോൾ ഞാൻ ഓക്കെ ആയി കേട്ടോ. ഞാൻ കിടന്ന സമയത്ത് കിച്ചണെല്ലാം കൗണ്ടർ ടോപ്പെല്ലാം ഇതുപോലെ ഒന്ന് തുടച്ച് ഹോളെല്ലാം മീൻസ് കിച്ചൻ്റെ തറയെല്ലാം വെള്ളം ഒഴിച്ച് കഴുകി ഇറക്കി കേട്ടോ. അപ്പോൾ ഞാൻ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ അകമൊക്കെ എങ്ങനെ ഉണ്ടെന്ന് ജസ്റ്റ് നോക്കുകയാണ്. നോക്കിയപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല ഗൈസ്. കാരണം മൂടിയിട്ടിട്ട് അങ്ങനെ പോയതുകൊണ്ട് അങ്ങനെ പൊടിയൊന്നും അടിച്ചിട്ടില്ല. ഇതാ കണ്ടില്ല, അത്യാവശ്യം നല്ല നീറ്റായിട്ട് തന്നെയാണ് ഇരുന്നത്. നമ്മൾ പോകുന്നതിന് മുമ്പ് കുറച്ച് പണി എടുത്തിട്ട് പോകുന്നതുകൊണ്ട് തിരിച്ച് വരുമ്പോഴത്തേക്ക് അങ്ങനെ വലിയ പണി ഉണ്ടാവാറില്ല. നമുക്ക് ജസ്റ്റ് കഴുകി ഇറക്കിയിട്ട് കിച്ചൺ പെട്ടെന്ന് സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇൻഡക്ഷനും ഞാൻ ഇതുപോലെ മൂടി വെച്ചിട്ടാണ് പോയത് കേട്ടോ. നമ്മൾ ഈ ടവൽ വെച്ചിട്ട് കണ്ടില്ലേ, അതും നല്ല നീറ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലൊരു സന്തോഷമുണ്ട് കേട്ടോ. ഓക്കെ, ഇനി പെട്ടെന്ന് കിച്ചണൊക്കെ സെറ്റാക്കാം എന്നൊരു മെൻറ്റാലിറ്റി വരും. അല്ലാതെ വരുമ്പോൾ എല്ലാം പൊടിയടിച്ചിരിക്കുകയാണെങ്കിൽ മൊത്തം ഭ്രാന്താവും കേട്ടോ. അങ്ങനെ നമ്മുടെ കിച്ചൺ എന്താ കണ്ടില്ലേ ഗൈസ്, പഴയതുപോലെ എല്ലാം സെറ്റാക്കി എടുത്തിട്ടുണ്ട്. എനിക്കിങ്ങനെ കിച്ചൺ വീണ്ടും ആ ഒരു പഴയ റണ്ണിങ് കണ്ടീഷനിലാവുമ്പോഴുണ്ട് ഒരു പ്രത്യേക സാറ്റിസ്ഫാക്ഷനാണ്. എനിക്കിത് ഇഷ്ടമാണ് ഗൈസ്, ഇതിങ്ങനെ സെറ്റ് ചെയ്തെടുക്കാനായിട്ട്. അതുകൊണ്ട് ഇതെനിക്കൊരു വലിയ പണിയായിട്ട് തോന്നാറില്ല. നമ്മുടെ മസാലകളും നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്ന സാധനങ്ങളെല്ലാം ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ചിലർക്ക് ഇത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും. പക്ഷേ എനിക്കിത് ഭയങ്കര സാറ്റിസ്ഫൈങ് ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് കുറച്ച് കാഷ്നട്ടും ബദാമും കിസ്മിസും അങ്ങനെയൊക്കെ അതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ഒരു ബ്ലാക്ക് ടിന്നിൽ മൊത്തം പരിപ്പ് ഐറ്റംസ് ആണ് കേട്ടോ. ഇവിടെ നമുക്ക് റേഷനായിട്ട് പരിപ്പ് ഇഷ്ടംപോലെ കിട്ടുമല്ലോ. പിന്നെ ഇവിടെ നമ്മുടെ വെളിച്ചെണ്ണയും പിന്നെ സൺഫ്ലവർ ഓയിലും പട്ട ഗ്രാമ്പു ഏലക്ക പഞ്ചസാര ഉപ്പ് തേയില അതെല്ലാം ഇവിടെ അടുക്കിയിട്ടുണ്ട്. താഴെ വന്നിട്ട് അരി നമ്മുടെ ഗോതമ്പ് മാവ് അങ്ങനെയുള്ള
അങ്ങനെയുള്ള സംഭവങ്ങളാണ്. അപ്പോൾ നമ്മുടെ കിച്ചൺ എന്താ കണ്ടിട്ട് ഗൈസ് വീണ്ടും റണ്ണിങ് കണ്ടീഷൻ ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരെ പോയത് പച്ചക്കറി ഷോപ്പിലാണ് കേട്ടോ. ഒരു പച്ചക്കറിയും വീട്ടിലില്ലല്ലോ, അപ്പോൾ എല്ലാ പച്ചക്കറി A to Z സാധനങ്ങൾ വാങ്ങിക്കണം. അങ്ങനെ പച്ചക്കറിയും ഫ്രൂട്ട്സ് എല്ലാം വാങ്ങിയിട്ട് നേരെ അതെല്ലാം കാറിൽ കൊണ്ടുവന്ന് വെക്കുകയാണ് കേട്ടോ. നമ്മളെപ്പോഴും ഇങ്ങനെ ഇവിടെ വന്നിട്ട് ഒരാഴ്ചത്തേക്കുള്ള പച്ചക്കറിയെല്ലാം മേടിച്ചിട്ട് ആഴ്ചയിലൊരിക്കൽ പർച്ചേസിങ് നടത്തുക. അത് കഴിഞ്ഞ് എനിക്കൊരു ചൂല് വാങ്ങിക്കണമെന്നും പറഞ്ഞിട്ട് ഞാനൊരു കോംപ്ലക്സ് കയറിയപ്പോൾ ഇഷുക്കുട്ടി നേരെ അവിടുത്തെ പ്ലേ ഗ്രൗണ്ടിൽ പോയിട്ട് ഊഞ്ഞാലാടാണ് കേട്ടോ. അവൾക്കിങ്ങനെ കുറച്ച് ഇതുപോലെ കളിക്കുന്ന സ്ഥലം കിട്ടുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമാണ്. നല്ല ആസ്വദിച്ചിരുന്നിട്ട് തനിയെ ഊഞ്ഞാലാടാണ്. ഞാൻ കടയിൽ നിന്നിട്ട് തിരിച്ചിറങ്ങി നോക്കുമ്പോഴത്തേക്ക് ഇതുപോലെ ഇവിടെ ഇരുന്നിട്ട് ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വാങ്ങിക്കൊണ്ടുവന്ന പച്ചക്കറി എല്ലാം ഫ്രിഡ്ജിൽ ഇതുപോലെ ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്കാണെങ്കിൽ പച്ചക്കറിയൊക്കെ വാങ്ങി അപ്പം തന്നെ ഇതുപോലെ ഓർഗനൈസ് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ നമുക്കിനി പഞ്ചാബിലെ വിശേഷങ്ങൾ കാണാൻ ഗൈസ്. അടുത്ത വീഡിയോ കാണുന്നത് വരെ ടിൽ ദെൻ ബൈ.